ഇനി മുതലേ സർക്കാർ സ്കൂളുകളിലെ ഹെൽത്ത് ID കാർഡും ഹെൽത്ത് മെൻറ്റർമാരും വരും. എങ്ങനെയാണെന്നോ? പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അക്ഷരം ആരോഗ്യ പദ്ധതി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പരിശോധനകളിലൂടെ പോഷകാഹാരക്കുറവ്, വിളർച്ച, ടൈപ്പ് 1 പ്രമേഹം എന്നിവ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കും. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ആസക്തി എന്നിവ കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും പ്രത്യേക ക്ലാസുകൾ നൽകും. ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണവും ആർത്തവ ശുചിത്വ ക്ലാസുകളും സംഘടിപ്പിക്കും. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാരായിരിക്കും ഇതിനുള്ള ചുമതല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ ഹെൽത്ത് ID കാർഡുകൾ, ഹെൽത്ത് മെൻറ്റർമാർ തുടങ്ങിയ സംവിധാനങ്ങളോടെ പദ്ധതി അടുത്ത അധ്യയന വർഷം മുതലാണ് നടപ്പിൽ വരിക. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ സമഗ്ര രൂപരേഖ അടുത്ത മാസമായിരിക്കും ഔദ്യോഗികമായി ഹെൽത്ത് ID കാർഡ്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഡിജിറ്റലായി രേഖപ്പെടുത്തുക. ഓരോ വിദ്യാലയത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ ഹെൽത്ത് മെൻറ്റർമാരാകും. കുട്ടികളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഹെൽത്ത് അംബാസഡർമാർ ആരോഗ്യ സന്ദേശങ്ങൾ സഹപാഠികളിൽ എത്തിക്കും. CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ജീവൻ രക്ഷാ മാർഗങ്ങൾ പ്രയോഗിക്കാൻ കുട്ടികൾക്കും അധ്യാപകർക്കും പ്രത്യേക പരിശീലനം നൽകും. സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, വെയ്റ്റിംഗ് മെഷീൻ തുടങ്ങിയവയോടെ ആരോഗ്യ ഇടങ്ങൾ സൃഷ്ടിക്കും. എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളായിട്ട് വരുന്നത്.